ഹായ്, അടിപൊളി ബേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ദേ കണ്ടോ കാന്താരി കുറേ പൊട്ടിച്ചിട്ടുണ്ട്, കുറേ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നൊരു കാന്താരി ചിക്കൻ ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പോൾ വർഷക്കാലം ആവുകൊണ്ട് ഇഷ്ടം പോലെ കാന്താരി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം. നമ്മൾ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തേക്കണേ. ഇതേ ചിക്കൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതേ കുറച്ച് ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് നമ്മൾ ഇതിന്റെ ഞെട്ടൊന്നും അങ്ങനെ കളഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചൊക്കെ ഞെട്ട് കളഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞെട്ട് കിടക്കണം എന്നല്ല. അപ്പൊ ഒരു കാന്താരി മുളകിനാണ് കണക്കൊന്നുമില്ല കേട്ടോ, നമ്മുടെ എരിവ് അനുസരിച്ച്. അപ്പൊ കാന്താരി മുളകിന്റെ എരിവും പലതരത്തിലായിരിക്കും. അപ്പൊ ഒരു 10-15 ഉണ്ടാവും. ഇനിയും ചേർക്കണം നമുക്ക്. പിന്നെ അതേ കുറച്ച് കുരുമുളക്, 1 ടീസ്പൂൺ കേട്ടോ. കുരുമുളക് ഒരുപാട് വേണ്ട. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഒരു ലേശം ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ നീര്. ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയുടെയൊക്കെ ഒരു ഫ്ലേവർ നല്ലതാ കേട്ടോ ഇതിലേക്ക്. അതുകൊണ്ട് ചേർത്തിട്ടൊന്ന് ചതച്ചിട്ട് നമുക്ക് പരട്ടി വെക്കണം കേട്ടോ. ഒരു കുറച്ച് നേരം ഇതൊന്ന്, ശരിക്കും എത്ര നേരം, 1 മണിക്കൂറൊക്കെ ഇരുന്നാൽ നല്ലതാ. ടൈമില്ലാത്ത ഒരു 20 മിനിറ്റ് എങ്കിലും ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചതച്ച പരുവം തന്നെയാണ് കേട്ടോ, അരച്ചിട്ടൊന്നുമില്ല. ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പം നാരങ്ങ നീരൊക്കെ പരട്ടി വെക്കുമ്പോൾ ഒന്ന് ഇതായി വരും, നന്നായിട്ടൊന്നും സോഫ്റ്റായിട്ടും വരും ചിക്കൻ. വേണമെങ്കിൽ ഒരു ലേശട്ട മഞ്ഞപ്പൊടി ഒരുപാട് ഇതിൽ ചേർക്കില്ല, ഒരു നുള്ളു മഞ്ഞപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ്. നന്നായി പരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചിട്ട് നമുക്ക് ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം, അതും നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും, അതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം, നമുക്ക് മൂപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ അത് കൂടെ തന്നെ കുറച്ചും കൂടി കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു 5-10 എണ്ണം. ഇതൊന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറിയുള്ളി നമ്മളിപ്പോൾ അവൈലബിൾ അല്ലാച്ച നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിപ്പോൾ കേരളത്തിൽ ചെറിയുള്ളിക്ക് ക്ഷാമമില്ല. അപ്പം നമ്മൾ ഒരു 10-20 ചെറിയുള്ളി ഒന്ന് നീളനെ അരിഞ്ഞ് ചതക്കാനുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ മിക്സിയിലിട്ടിട്ട്. നമ്മൾ കുറച്ച് ചീനിമുളക് ഇതേ ചതച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വേറെ ഇതിൽ ചുവന്ന മുളകൊന്നും ചേർക്കുന്നില്ല. അപ്പം എരിവിന് വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂൺ കുരുമുളക് മാത്രമാണ് ചേർത്തേക്കണേ. പിന്നെ ബാക്കി ചീനിമുളകാണ് ചേർക്കണേ. അപ്പോൾ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ അത്യാവശ്യം എരിവ് കഴിക്കുന്നതാണ്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യണം കേട്ടോ, നമ്മളൊരു നാടൻ ഇതല്ലേ. ഈ ഒരു കറി മറ്റേ ഇതിൻ്റെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതൊരു കുറച്ച് റോസ്റ്റ് പരുവത്തിലാണ്, അല്ലാണ്ട് ഗ്രേവിയുള്ള കറി ആവില്ല ഉണ്ടാക്കി വരുമ്പോൾ. അതൊന്ന് ചൂടാവട്ടെ. നമ്മളൊരു 2.5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ സവാള. അത് നടുകെ കീറിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ഉള്ളി എടുക്കണ കാരണം ഏകദേശം ആ ഒരു പരുവത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം മുഴുവനായിട്ട് ചെറിയ ഉള്ളി എടുക്കണമെങ്കിൽ അതും എടുക്കാം കേട്ടോ, അതും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ പകുതി എടുത്തേക്കണത്. നമുക്ക് എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടും ചെയ്യും. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ടുണ്ട് നോക്കണം നമ്മൾ. അപ്പം വളരെ കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ ചിക്കനിൽ. ഇനി നമ്മൾ ഈ ചതച്ച് വെച്ചേക്കണ പെരുംജീരകവും വെളുത്തുള്ളി ഇഞ്ചിയും അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. നമുക്കിനി ഉള്ളിയൊക്കെ മൂത്ത് കിട്ടും. ഒത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ, ഇത് ഗരം മസാലയാണ് കേട്ടോ, നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ്. പിന്നെ മല്ലിപ്പൊടി ഒരു 3 സാധാ സ്പൂണിലൊരു 3 സ്പൂൺ കേട്ടോ, ടേബിൾ സ്പൂണല്ല. ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം, മസാല ഒന്ന് അടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ. ഇനി അതൊന്ന് മിക്സായി ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ മസാലയൊക്കെ മൂത്തുണ്ട് കേട്ടോ, നമുക്ക് ചിക്കൻ ഇടാം.
കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുള്ളവർ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ഇതിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അത് നോക്കിയിട്ട് പിന്നെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ. ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി ഇതിന് ഇങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഒന്നൊന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടോ. ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. അതേ കണ്ടോ, നന്നായിട്ടായിട്ടുണ്ട്. നല്ലോണം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർക്കണമെങ്കിൽ ഇപ്പം ഒന്ന് ആ ചിക്കനിലെ വെള്ളമൊക്കെ വലിഞ്ഞു കൂട്ടാം. ഇനി നമുക്ക് വെള്ളം ഇത്തിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ ഒന്ന് 3/4 ഭാഗം ചൂടാക്കിയെടുത്ത വെള്ളമാണ്. ഒരു ലേശം ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ, അധികം വേണ്ട കേട്ടോ. അധികം ഗ്രേവി ആയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുക. ഇനി നമ്മൾ മറ്റേ ചീനിമുളകും കറിവേപ്പിലയും കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ചതച്ച് വെച്ചാട്ടോ അത് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ലാസ്റ്റിൽ ചേർക്കുമ്പോൾ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടും. എനിക്ക് ചിക്കൻ റെഡി ആയിട്ടോ. ഇനി കുറച്ച് മല്ലിയുടെ ഇലയും കുറച്ച് നല്ലോണം തന്നെ കറിവേപ്പിലയൊക്കെ നല്ലോണം ചേർക്കാട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല നമുക്ക് ഇപ്പം തന്നെ അത് കഴിക്കാൻ തോന്നും. അതുപോലെ മണം വരുന്നുണ്ട്. അടിപൊളി മണമാണ് വരുന്നത്. ലാസ്റ്റ് ഒരു ലേശം വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഒരു സ്പൂണ്. അതിൻ്റെ ഒരു ചീനിമുളകിൻ്റെ കൂടെ വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റ്. ഇനി നമുക്ക് തീ ഓഫാക്കാം. അപ്പം നമ്മുടെ കാന്താരി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല മണാട്ടോ വരുന്നത്. നമുക്ക് ഇപ്പം തന്നെ അത് കഴിക്കാൻ തോന്നും. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല കോമ്പിനേഷൻ നെയ്ച്ചോറിൻ്റെ കൂടെയാണ്. പിന്നെ നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെയും അടിപൊളിയാണ്. പിന്നെ ചപ്പാത്തി അതൊന്നും പിന്നെ പറയണ്ടല്ലോ, ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചീനിമുളക് തീരെ കിട്ടാത്ത സ്ഥലമാണെങ്കിൽ നല്ല എരിവുള്ള ചെറിയ പച്ചമുളക് കിട്ടില്ലേ, അത് ചേർത്തും ഉണ്ടാക്കാം. പക്ഷെ കാന്താരി ചിക്കൻ എന്ന് പറയുമ്പോൾ കാന്താരി മുളക് തന്നെ ചേർക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഓപ്ഷൻ തന്നു മാത്രം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ.